മലയാളിയായ ജസീന്തയുടെ അവയവങ്ങൾ ഇനി യുഎഇയിലെ 2 പേർക്ക് പുതുജീവൻ നൽകും. വിസിറ്റ് വിസയിൽ ദുബൈയിലെത്തിയപ്പോഴാണ് ജസീന്തയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തൃശൂർ ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശിയായ ജസീന്തയുടെ കുടുംബമാണ് അവയവദാനത്തിന് തീരുമാനമെടുത്തത്. അവയവദാന ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഓണർ വാക്ക് നൽകി ആശുപത്രി അധികൃതർ ജസീന്തയെ ആദരിച്ചു. ദുബൈ കിങ്സ് കോളേജ് ലണ്ടൻ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. അങ്ങനെ ആരെന്നോ എന്തെന്നോ അറിയാത്ത 2 പേർക്ക് വൃക്കകളും കരളും പകുത്തു നൽകിയാണ് ജസീന്തയുടെ യാത്ര. ഭർത്താവിന്റെ മരണശേഷം ദുബൈയിലെ മകൾ പ്രിറ്റിയുടെ കൂടെയായിരുന്നു ജസീന്ത. കഴിഞ്ഞ ദിവസം താമസ സ്ഥലത്ത് പെട്ടെന്ന് കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ നിന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. 63 വയസ്സായിരുന്നു ജസീന്തയ്ക്ക്. മക്കളായ ബ്രിട്ടോ എന്നിവരും മരുമക്കളും ചേർന്ന് അവയവദാനത്തിന് തീരുമാനിക്കുകയായിരുന്നു. യുഎഇയിൽ അവയവദാന മാറ്റത്തിനായി കാത്തുനിന്ന 2 പേരിൽ ഒരാൾക്ക് 2 വൃക്കകളും മറ്റൊരാൾക്ക് കരളുമാണ് നൽകിയത്. ജസീന്തയുടെ ഭൗതിക ശരീരം പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോയി കാവീട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ സംസ്കരിച്ചു. വ്യാഴാഴ്ച ഇങ്ങനെ തലകറങ്ങി വീണു. അപ്പോൾ ഞങ്ങൾ വേഗം ദുബായ് ആംബുലൻസ് വിളിച്ച് മമ്മീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മമ്മിയുടെ ബ്രെയിൻ ഡെത്തായി എന്ന് അവർ ഡിക്ലെയർ ചെയ്തു. ഞാനും അനിയനും എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാവരും കൂടി തീരുമാനത്തിലെത്തി. എന്തായാലും അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയത് നല്ലതാണെന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു തീരുമാനം എടുത്തു. എല്ലാ കാര്യങ്ങളും DHA, അതായത് മമ്മിയുടെ ബോഡി നാട്ടിൽ നമ്മുടെ വീട്ടിലെത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് DHA ആണ് ചെയ്തു തന്നത്. താങ്ക് യു ദുബായ് ഗവൺമെന്റ്. യുഎഇയിൽ അവയവദാനവും മറ്റ് നടപടികളും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഹയാത്ത് എന്ന ദേശീയ പദ്ധതി വഴിയാണ് നടപ്പാക്കുന്നത്. ബന്ധുക്കളുടെ അനുമതിയോടെ അവയവങ്ങൾ ദാനം ചെയ്യാം. ഇത് യുഎഇയിലെ വിവിധ ആശുപത്രികളിൽ കഴിയുന്ന രോഗികളുടെ മുൻഗണനാ പട്ടിക അനുസരിച്ച് സൗജന്യമായാണ് നൽകുന്നത്. മീഡിയ 1 ദുബൈ.